കളിയിലൽപ്പം കാര്യം സീസൺ 2 പവേർഡ് ബൈ വിലി വൈറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീംസ് ആൻഡ് അച്ചയൻസ് ഗോൾഡ് എന്ന സമ്മർ ക്യാമ്പിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ആണ്. ഈ കൂട്ടത്തിൽ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന എത്ര കുട്ടികൾ ഉണ്ടാവും? അതുപോലെ തന്നെ ഡെയിലി കൃത്യമായി പുലർച്ചെ ഉറക്കം എണീക്കുന്ന എത്ര പേരുണ്ടാവും? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങളും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരാനായി ബ്രഹ്മചാരി ശിവാനന്ദൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് നിറഞ്ഞ കയ്യടിയോട് കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, പ്ലീസ്. ബ്രഹ്മചാരി ശിവാനന്ദൻ സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സീസൺ സ്റ്റഡീസിലെ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ചെയർപേഴ്സണായി സേവനം അനുഷ്ഠിക്കുന്നു. ഭാരതീയ ജ്ഞാന പരമ്പരയിൽ 50-ലധികം ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അക്കാഡമിക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു ബ്രഹ്മചാരി ശിവാനന്ദൻ. ബ്രഹ്മചാരി ശിവാനന്ദന്റെ അക്കാഡമിക് യാത്ര വൈവിധ്യമാർന്ന വിഷയങ്ങളാൽ സമ്പന്നമാണ്. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം പ്രശസ്തമായ ലോണാവാല കൈവല്യ ധാമയിൽ നിന്നും പരിശീലനം നേടിയ ഒരു യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. ലൈഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അറ്റ് അമൃത അഥവാ ലീപ്പിന്റെ സ്ഥാപിതമായ അദ്ദേഹം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേതൃത്വം നൽകി ഒരുപാട് വർക്ക്ഷോപ്സും അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അമൃത സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിലും അദ്ദേഹം തന്റെ സംഭാവനകൾ നൽകുന്നു. Shall we start? Yes. അപ്പോൾ പേര് കളിയിൽ അല്പം കാര്യം എന്നാണ്. അപ്പോൾ ഒരു കളിയോട് കൂടി തുടങ്ങിയാലോ? കളിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ബാഗുകളൊക്കെ ആ ചെയറിൻ്റെ താഴെ വെക്കുക. ഒന്ന് എണീറ്റ് നിൽക്കുക, കുട്ടികൾ മാത്രം. ശരി, വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു കളി കളിക്കാൻ പോവാണ്. അവിടെ തന്നെ നിൽക്കണം, എങ്ങും ഓടിക്കളയരുത്. നിങ്ങൾക്ക് അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ നിങ്ങളിങ്ങനെ നടക്കണോ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം, കറക്കിക്കൊണ്ടിരിക്കണം. നിർത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കും. അതേപോലെ ഡു വി ഹാവ് കൺട്രോൾ ഓവർ അവർ മൈൻഡ്? നമ്മൾ പറഞ്ഞ സ്ഥലത്ത് മൈൻഡ് നിൽക്കോ എന്നാണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. നോക്കാം, റെഡി അല്ലേ? 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോന്നായിട്ട് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ എപ്പോഴെല്ലാം 3 എന്ന് പറഞ്ഞോ, 3 അറിയാലോ, ഫേമസ് ആയിട്ടുള്ള ഗെയിമാണല്ലോ അത്. നിങ്ങൾ 3 പ്രാവശ്യം എന്ത് ചെയ്യണം? ക്ലാപ്പ് ചെയ്യണം. അറിയാം, എല്ലാവർക്കും അറിയാം. 2 എന്ന് പറഞ്ഞാലോ 2 പ്രാവശ്യം വേണ്ട, ഒന്നും ചെയ്യണ്ട. 1 എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ചെയ്യണം? 1 തവണ. ഇങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, അഥവാ നിങ്ങൾ ഇതിനു മുമ്പ് കളിച്ചത്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മളൊന്ന് നമ്മുടെ മനസ്സിലുള്ളതിനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. റെഡി? അപ്പൊ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിച്ച് കേൾക്കണം. വെനെവർ ഐ സേ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 തവണ ക്ലാപ്പ് ചെയ്യണം. 3 തവണ ക്ലാപ്പ് ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് ട്രയൽ എടുത്ത് നോക്കാം. 1, ഒരുമിച്ച്, ടുഗദർ. 1, ഈ സൈഡ് മാത്രം നിങ്ങളൊന്ന് ചെയ്യണ്ട, അവരൊന്നും സിങ്ക് ആവുന്നില്ല. 1, സൂപ്പർ. ഈ സൈഡ് മാത്രം. 1, ഓക്കെ. 2 എന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണ്ട, ഫ്രീ. 2, 3 എന്ന് പറയുമ്പോൾ എത്ര തവണ ചെയ്യണം? 1 തവണ ക്ലാപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. 1, എന്താ അടിക്കാത്തെ? മനസ്സെവിടെയെങ്കിലും പോയി? കുഴപ്പമില്ല. 2, 3. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ നിയമങ്ങളൊക്കെ മനസ്സിലായി. നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. 2, 1, 3, 2. ആഹാ, കൊള്ളാലോ. അപ്പൊ നമ്മൾ ഇരുന്നോളൂ. നമുക്കറിയാം, അപ്പൊ നമ്മുടെ മനസ്സ് എവിടെയൊക്കെയോ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. അതുകൊണ്ടാണ് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ ഒരു ഡിലേ. 2 എന്ന് പറയുമ്പോൾ കൈ അടിക്കണ്ടെന്ന് പറഞ്ഞു, എങ്കിലും നമ്മൾ ചില സമയത്ത് കൈ അടിക്കാനുള്ള ഒരു വെമ്പി വരുന്നു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് സെഷൻ തീരുന്നവരെ. ഇടയ്ക്ക് 1 എന്ന് പറയും, അപ്പൊ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം. 3 എന്ന് പറയണം, അപ്പൊ നിങ്ങൾ 1 തവണ. 2 എന്ന് പറഞ്ഞാൽ കൈ അടിക്കണ്ട. അപ്പൊ ഇത് നിങ്ങളെ ശ്രദ്ധ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി
നമ്മുടെ ഇന്നത്തെ സെഷൻ കളിയിൽ അല്പം കാര്യത്തിൽ 2-ാം ദിവസം നമ്മൾ തുടങ്ങാൻ പോകുന്നത് മനസ്സിനെ ശരീരത്തിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. എന്താണ് ധ്യാനം അഥവാ എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക, എന്തായിരിക്കും അതിന്റെ ഉത്തരം? മനസ്സിനെ ശാന്തമാക്കുന്നത്. വെരി ഗുഡ്. ആ കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കൂ. മനസ്സിനെ ശാന്തമാക്കുന്ന എന്തോ ഒന്നാണ് ധ്യാനം എന്നാണ് ആ കുട്ടി. പേര് പറയൂ. നിഹാരിക. നിഹാരിക സേസ്. ടെൻഷൻ കുറയ്ക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും. അടുത്ത ഉത്തരം കിട്ടിയല്ലോ. മനസ്സിന്റെ ടെൻഷൻ കൈയടിക്കൂ. ടെൻഷൻ കുറയ്ക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു. പുറകിലോട്ട് കൊടുക്കണേ. കോൺസെൻട്രേഷൻ കിട്ടുന്നു. കോൺസെൻട്രേഷൻ കിട്ടുന്നു. അടുത്ത ഉത്തരം കിട്ടി. അപ്പോ ശാന്തമാകുന്നു, ടെൻഷൻ കുറയ്ക്കുന്നു, കോൺസെൻട്രേഷൻ കിട്ടുന്നു. മെഡിറ്റേഷൻ നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കാനായിട്ടും അതിനെ റെസ്റ്റ് ആക്കാനായിട്ടുള്ളൊരു വളരെ നല്ല ഒരു ഉത്തരം നമുക്ക് കിട്ടി. ബോഡിയെ റിലാക്സ് ചെയ്യിക്കാൻ, റെസ്റ്റ് ചെയ്യിക്കാൻ, ബോഡീനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഉത്തരം കിട്ടി. താങ്ക് യു. പുറകിൽ ഒരാളുണ്ടായിരുന്നു. ആങ്സൈറ്റിയും ടെൻഷനും ഉള്ളപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ നല്ലതായിരിക്കും. സൂപ്പർ. അപ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വളരെ നന്നായിരിക്കും. ശരി, അപ്പൊ എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അങ്ങോട്ടേക്ക് പോവാം. തൽക്കാലം നമുക്ക് അടുത്ത. അപ്പൊ എന്തായാലും രാവിലെ എത്ര പേര് കുളിച്ചു? 1-2 കൈകൾ പൊങ്ങിയിട്ടില്ല. അവിടെ ആ കുട്ടിയുടെ കൈ പൊങ്ങിയിട്ടില്ല. കുളിച്ചില്ല എന്ന്. ശരി, ഹാൻഡ് സ്റ്റോപ്പ്. എന്തിനായിരിക്കും കുളിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളതെല്ലാം മാറ്റി ക്ലീനായി നല്ല കുട്ടപ്പൻ അഥവാ നല്ല സുന്ദരിയായിട്ട് ഫ്രഷ് ആയിട്ട് ക്യാമ്പിൽ പങ്കെടുക്കാനാണ് ഇന്ന് രാവിലെ എല്ലാവരും കുളിച്ചത് അല്ലേ? അതേപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിൽ പലതരം അഴുക്കുണ്ടാവും, പലതരത്തിലുള്ളത്. അപ്പൊ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷായി, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ശാന്തമായി, റിലാക്സായി, ആങ്സൈറ്റി, ടെൻഷനൊക്കെ മാറ്റി വളരെ ക്ലീൻ ആക്കാനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു മെന്റൽ ബാത്ത് എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം. മൈൻഡിന് കൊടുക്കുന്ന ഒരു ബാത്ത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഡെഫിനിഷൻ എല്ലാം കറക്റ്റ് തന്നെയാണ്. ഞാൻ എന്നാലും അതിനൊന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിന്റെ അടുത്ത. മനസ്സിൽ അഴുക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പോകുന്നത് പോലെ മനസ്സിന്റെ അഴുക്ക് പോകണമെന്ന് പറഞ്ഞു. മനസ്സിൽ എന്തൊക്കെയാണ് അഴുക്ക്, അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴാണ് അഴുക്ക് വരുന്നത്? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, വേണ്ട ചിന്തകൾ വേണ്ട സമയത്ത് ഇല്ലാതിരിക്കുക, അഥവാ വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത സമയത്ത് വന്നുകൊണ്ടിരിക്കുക. ഉദാഹരണം, ഈ ക്യാമ്പിൽ ഇരുന്നിട്ട് വൈകുന്നേരത്തെ സിനിമയെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ചില്ലേ? അല്ലെങ്കിൽ ഐസ്ക്രീം പാർലറിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ മറ്റേ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുക. ഇല്ല, അത് ചിന്തിച്ചിട്ടില്ലേ? പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ബൈക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെയുമായിട്ടുള്ള സംഭാഷണം. വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിന്റെ ഒരു അഴുക്ക് എന്ന് പറയുന്നത്. അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. ഒരു ട്രെയിനിങ് വേണം. കാരണം നമ്മൾ ഈ ഡെയിലി നമ്മൾ ജിംനേഷ്യത്തിൽ പോയാൽ നമുക്ക് ഫിറ്റ്നസ് കിട്ടുന്ന പോലെ, മസിലിനെയൊക്കെ റെഡിയാക്കുന്ന പോലെ നമ്മൾ ഡെയിലി 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഡെയിലി നമ്മൾ ധ്യാനം പ്രാക്ടീസ് ചെയ്താൽ പതുക്കെ നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ എത്തിക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അപ്പൊ നല്ല സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് നല്ല ടീഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഇട്ട് പോയി അവിടെ പോയൊരു കേക്ക് കട്ട് ചെയ്യുമല്ലോ. അപ്പൊ നല്ലൊരു വെൽവെറ്റ് കേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് എടുത്തു. ഇവിടെ എത്തിയപ്പോഴേക്കും അത് കയ്യിൽ നിന്ന് പോയി, മേത്ത് വീണു. പിന്നെ അത് ആരെങ്കിലും കഴിക്കോ? അപ്പൊ അതുവരെ അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ടേസ്റ്റി സ്വീറ്റ് കേക്കായിരുന്നു. താഴെ വീണപ്പോ പോയി അതിന്റെ. അപ്പൊ അത് ബർത്ത്ഡേ കേക്ക് ആ സ്ഥലത്തുണ്ടായിരുന്നപ്പോൾ അത് നല്ല ഒരു ചിന്തയായിരുന്നു. അതേപോലെയാണ് ചിന്തകൾ. ചില ചിന്തകൾ അല്ലെങ്കിൽ എല്ലാ ചിന്തകളും അസ്ഥാനത്ത് ആ സമയത്ത് വന്നാൽ അതിന് അതിപ്പോ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് വരും. ചില ചിന്തകൾ അനാവശ്യ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ധ്യാനം എന്നുള്ള ആ ഒരു പ്രോസസ്സിന്റെ പേരതാണ്. ഇനി ഈ ധ്യാനം കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. എൻ്റെ സ്ട്രെസ് മാറും, എനിക്ക് ശാന്തിയാവും, എനിക്ക് ടെൻഷൻ കുറയും, ശരീരം റിലാക്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു.
പഠനത്തിൽ എന്തെങ്കിലും സഹായിക്കോ? നിങ്ങളൊക്കെ കുട്ടികളല്ലേ, കോൺസെൻട്രേഷൻ കൂടും. ഒരാൾ മൈക്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും. ഈ മോൻ പറയാന്ന് പറഞ്ഞു, ഫ്രണ്ടിൽ പറയാന്ന് പറഞ്ഞു. കോൺസെൻട്രേഷൻ കൂടും. ശരി. പഠിക്കാനുള്ള ബുദ്ധി വർദ്ധിക്കും. പഠിക്കാനായിട്ട് നമുക്ക് തോന്നും നന്നായിട്ട്. പഠിക്കാനുള്ള ബുദ്ധി വർദ്ധിക്കും, പഠിക്കാനായിട്ട് തോന്നും. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. തോന്നണം, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, പഠിക്കാൻ തോന്നണം. ഏജ് ലിമിറ്റ് ഇല്ല. പ്രായമായവർക്കും ധ്യാനം ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലേ? ഓഹോ, അപ്പൊ പുറകിലുള്ള അമ്മമാർക്കുള്ള ഒരു ടിപ്പാണ് ആ മോള് പറയുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, അമ്മമാരും അച്ഛന്മാരും എല്ലാവരും പഠിക്കണം. വിദ്യാർത്ഥികൾക്ക് ധ്യാനം കൊണ്ട് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന അവരുടെ ചിന്തകളുടെ എണ്ണം കുറയും. മനസ്സിൽ ഇങ്ങനെ ചിന്ത ഉണ്ടാവില്ല. ദി നമ്പർ ഓഫ് തോട്ട്സ് പതുക്കെ കുറയും. ചിന്തകളുടെ എണ്ണം കുറഞ്ഞാൽ ഉള്ള ചിന്തക്ക് എന്ത് സംഭവിക്കും? സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ കണക്ക് പഠിക്കാനിരിക്കുമ്പോൾ, മാത്സ് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഫുട്ബോളിനെ കുറിച്ചോ കമ്പ്യൂട്ടർ ഗെയിമിനെ കുറിച്ചോ വേറെ ഒന്നിനും ചിന്തിക്കില്ല. മാത്സ് പഠിക്കാനിരിക്കുമ്പോൾ മാത്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി വൈകുന്നേരം പെയിന്റ് ചെയ്യാനിരിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു, അവിടെ വേറെ എന്തെങ്കിലും ചിന്തിക്കോ? ഇല്ല. കാരണം ചിന്തകളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ നിങ്ങൾ ഏത് വിഷയമാണോ അപ്പൊ ചെയ്യുന്നത്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പല കുട്ടികളും അവിടെ ഒരു ധ്യാനാവസ്ഥയിലല്ല, അവരുടെ മനസ്സ് പുറത്തെവിടെയോ ആണ്. ഐസ്ക്രീം കിട്ടുമോ എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കളിയിൽ അല്പം കാര്യം എന്നുള്ള ക്യാമ്പിലല്ല അവരുടെ മനസ്സുള്ളത്. അത് പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഇതിനെ തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ധ്യാനം എന്ന് പറഞ്ഞു. അതായത് റൈറ്റ് തോട്ട്സ് അറ്റ് റൈറ്റ് ടൈം, അല്ലെങ്കിൽ റോങ് തോട്ട് അറ്റ് റോങ് ടൈം ആൻഡ് റോങ് പ്ലേസ്, അതിനെ മാറ്റുക. അപ്പൊ നമുക്ക് പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ സാധിക്കും, കളിക്കുന്ന സമയത്ത് കളിക്കാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെയാ ഭക്ഷണം കഴിക്കുന്നേ? ഫുഡ് കഴിക്കില്ലേ? കയ്യിലപ്പോ ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ TV ഉണ്ടാവും. ഇല്ല, ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ ഭക്ഷണത്തിൽ. TV വെച്ച് കണ്ടാൽ അത് പോവും, ആ ശ്രദ്ധ അതിൽ പോവും. വാരി വലിച്ച് കഴിക്കും, അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അപ്പൊ എന്തായാലും ഒരു ധ്യാനാത്മകമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. നമുക്കത് ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു കൈ താഴ്ത്താൻ പറയുമ്പോൾ താഴ്ത്തുന്നത് പോലെ മൈൻഡിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അമ്മ പറയുന്ന ഒരു കഥയുണ്ട്. പട്ടി വാലാട്ടുന്ന കണ്ടിട്ടുണ്ടോ? വാല് പട്ടീനാട്ടുന്ന കണ്ടിട്ടുണ്ടോ? ആ പട്ടിക്ക് എന്ത് ടെൻഷനായിരിക്കും, അപ്പം ഇങ്ങനെ കിടന്ന് ചലിച്ചോണ്ടിരിക്കും. അതേപോലെ നമ്മള് ഇപ്പോ മനസ്സ് നമ്മുടെ കയ്യിലല്ല, മനസ്സ് ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണ്. അതിനെ നമ്മുടെ കയ്യിലാക്കണമെങ്കിൽ, അതായത് ഈ പട്ടി വാലിനെ ആട്ടുന്നത് പോലെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ, മറ്റു രീതിയിലാവരുത്. ഇപ്പൊ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യണം. അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ചില പരിശീലനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? റെഡി. അപ്പൊ ഇനി ധ്യാനിക്കാനിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബാഗൊക്കെ താഴെ വെക്കുക, 2 കൈകളും മടിയിൽ വെക്കുക, സ്വന്തം മടിയിൽ, മറ്റേ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മടിയിലല്ല, സ്വന്തം മടിയിൽ വെക്കുക. തൊടയിൽ ഇവിടെ ഇങ്ങനെ തൈസിൽ വെക്കാം, ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കുക. ഫ്രണ്ടിലോട്ട് നോക്കി കൈകൾ രണ്ടും കാലുകൾ താഴെ ഉറപ്പിച്ച് വെക്കുക. നിങ്ങൾക്ക് ഹൈറ്റ് പ്രോബ്ലം ഉണ്ടാകാം, ഇല്ലെങ്കിൽ താഴെ ആ ഫ്ലോറിൽ ടച്ച് ചെയ്യണം. ഇങ്ങനെ കാല് ടച്ച് ചെയ്യണം. പറ്റാവുന്നവർക്ക്, ഹൈറ്റ് പ്രോബ്ലം ഉള്ളൊരു പ്രശ്നമില്ല, എല്ലാവരും കാല് ടച്ച് ചെയ്ത് വെക്കും. നമ്മൾ ചെറിയ ഒരു അറ്റംപ്റ്റ് നടത്തുവാണ്. മെഡിറ്റേഷൻ വിളിക്കേണ്ട, മെഡിറ്റേഷനുള്ള ഒരു ശ്രമം. മെഡിറ്റേഷൻ നമുക്ക് ഒരു റൗണ്ടും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനി കണ്ണടയ്ക്കണം. കണ്ണടയ്ക്കുക. കൈകൾ രണ്ടും നമ്മുടെ തന്നെ തൈസിൽ വെച്ചിരിക്കുന്നു. കാല് താഴെ മുട്ടുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ്, വരയ്ക്കാനിരിക്കുന്നതിന് മുമ്പ്, എന്തിന് കളിക്കുന്നതിന് മുമ്പ് പോലും നമ്മുടെ ശരീരത്തിനെ ഒന്ന് ശാന്തമാക്കാൻ നമുക്ക് ഈ മെഡിറ്റേഷൻ സഹായിക്കും. ഒന്ന് റിലാക്സേഷൻ ചെയ്യുവാണ്, നമ്മളെല്ലാവരും റിലാക്സ് ചെയ്യുവാണ്. അപ്പോൾ കഴുത്ത് നേരെ, കണ്ണുകൾ അടച്ച്, കൈകൾ രണ്ടും മടിയിൽ വെച്ച് മുന്നോട്ട് തന്നെ നോക്കി കണ്ണുകൾ അടച്ച് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു. ഇനി നമുക്ക്
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു, എല്ലാവരും നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പൂർണ്ണമായിട്ട് ശ്രദ്ധ ഇവിടെ വേണം. അപ്പുറത്തെ ചായക്കടയിലോ ഐസ്ക്രീം പാർലറിലോ ഇരുന്നാൽ ശ്രദ്ധ ഇവിടെ എത്തില്ല. കണ്ണുകൾ അടച്ചു, വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കളിയിൽ. എന്തിനാണ് കണ്ണടച്ചതെന്ന് ഇതിന്റെ ഉത്തരം പറയുമ്പോൾ ഞാൻ പറയാം കേട്ടോ, ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട്. കണ്ണുകൾ. ഇനി നിങ്ങളുടെ ചെവികൾ രണ്ടും തുറക്കുക. ഓപ്പൺ യുവർ ഇയർ. രണ്ട് ചെവികളും. ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തുനിന്നും ഓഡിറ്റോറിയത്തിന്റെ പുറത്തുനിന്നും വരുന്ന എല്ലാ സൗണ്ടുകളും നന്നായിട്ട് കേൾക്കുക. ഏതൊക്കെ സൗണ്ട് വരുന്നുണ്ട്? ഇവിടെ ശിവാനന്ദന്റെ സൗണ്ട് വരുന്നുണ്ട്, ഫാനിന്റെ സൗണ്ട് വരുന്നുണ്ട്, ക്യാമറ ഇളക്കുന്ന സൗണ്ട് വരുന്നുണ്ട്, ഒരു ചേട്ടൻ അവിടെ ബെഞ്ച് വലിക്കുന്നതിന്റെ സൗണ്ട് വരുന്നുണ്ട്. കണ്ണടച്ച് പിടിക്കണേ. പുറത്താണെങ്കിൽ ചെറിയൊരു ബൈക്ക് പോകുന്നുണ്ട്, ഒരു കാറിന്റെ ഹോൺ കേൾക്കാം. എല്ലാ ശബ്ദങ്ങളും ഇങ്ങനെ നമ്മളിങ്ങനെ മൊബൈൽ ഫോണിൽ സിഗ്നൽ പിടിക്കുന്ന പോലെ, ജിയോ സിമ്മോ എയർടെല്ലോ ഓരോരുത്തർക്കും ഓരോ സിഗ്നൽ ഉണ്ടാവുക. അതേപോലെ അതിങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ഓടി നടന്ന് എല്ലാ സ്ഥലത്തു നിന്നുള്ള ശബ്ദങ്ങൾ നമ്മുടെ തലയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരുപാട് തരത്തിലുള്ള ശബ്ദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. ചോദ്യം ഇനി ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പൊ ഉത്തരം പറയണ്ട, ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ കേട്ട ഏറ്റവും ദൂരെയുള്ള ശബ്ദം ഏതാണ്? നിങ്ങൾ കേൾക്കുന്ന ഏറ്റവും അടുത്തുള്ള ശബ്ദം ഏതാണ്? ശ്രദ്ധിച്ച് കേൾക്കൂ. ഏറ്റവും ദൂരെയുള്ള ശബ്ദം, ഏറ്റവും അടുത്തുള്ള ശബ്ദം, ഏറ്റവും ദൂരെയുള്ള ശബ്ദം ഏതാണ്? ഏറ്റവും അടുത്തുള്ള ശബ്ദം. 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൾ തുറക്കും. പക്ഷെ എല്ലാവരും അവിടെ തന്നെ ഇരിക്കും, ഓടി നടക്കില്ല ആരും. ഇതേപോലെ തന്നെ മാറരുത്. ശരി, പതുക്കെ കണ്ണുകൾ തുറക്കാം. നിങ്ങൾ കേട്ട, ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി, എല്ലാവരും പറയണ്ട. ഏറ്റവും ദൂരെയുള്ള ശബ്ദം എവിടെയായിരുന്നു? ഓരോരുത്തരോടും ഏതാണ് ദി ലോങ്സ്റ്റ് സൗണ്ട്? ഏതാ കേട്ടത്? യെസ്. അപ്പൊ ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അവിടെ പുറകിൽ ആരോ പേരൻസോ സംസാരിക്കുന്നുണ്ട്. ഓ, ആ ഒരു പാരന്റ് സംസാരിക്കുന്നത് ആ മോള് കേട്ടു. ശരി, ദൂരെയുള്ള ശബ്ദം അദ്ദേഹം കേട്ടത് ഒരു പാരന്റിന്റെ സൗണ്ട് ആയിരുന്നു. താങ്ക് യു. ഏറ്റവും അടുത്തുള്ള സൗണ്ട് ഏതായിരുന്നു? സാറുടെയും പിന്നെ ഇവിടെ ഒരു ഫാൻ. ഓക്കെ, ആ രണ്ട് സാറന്മാരുടെയാണ് കേട്ടത്. താങ്ക് യു, താങ്ക് യു. കൈ അടിക്കണ്ട, കാരണം നമ്മൾ മെഡിറ്റേഷൻ മോഡിലാണ്. ബാക്കിൽ എന്തോ ഒരു മൂളുന്ന സൗണ്ട് കേട്ടു. മൂളുന്നുണ്ടോ? ആ, ചെറുതായിട്ട്. ഫാനാണോ? അല്ല അല്ല, ശരി, എന്തോ ഒരു ചെറിയ എന്തോ സൗണ്ട്. ഒരു മൂളുന്ന സൗണ്ട് കേട്ടു. പിന്നെ സാറ് സംസാരിക്കാത്തപ്പം ഈ ഫാനിന്റെ സൗണ്ട് ഏറ്റവും അടുത്തം കേട്ട്. ചേടാ, കൊള്ളാലോ. ദേ അവിടെയുള്ള, പുറത്തുള്ള വരാന്തയില്. ദേ ഇവിടെ. അവിടെ ആരും ഇരിക്കുന്നില്ലല്ലോ. ഫാൻ ഫാൻ. ഫാനിന്റെ സൗണ്ട് കേട്ടു. ശരി ശരി, താങ്ക് യു. ഫാനിന്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, വേറെ ഒന്നും കേട്ടില്ല. പിന്നെ സാറിന്റെ ശബ്ദവും. ആ, അത് കേട്ടു, അത് സന്തോഷം. രണ്ട് സൗണ്ട് കേട്ടു അദ്ദേഹം. കസേര മൂവ് ചെയ്യുന്ന സൗണ്ട് കേട്ടു. ആരാ മൂവ് ചെയ്ത്? കസേര എവിടെ എവിടെ? അവിടെ ആയിട്ട്. അവിടെ ആയിട്ട് കസേര മൂവ് ചെയ്തു. പിന്നെ സാറിന്റെ ശബ്ദം ശരി. അടുത്ത്. ഒരു കാറിന്റെയും പിന്നെ സാറിന്റെ ഫാനിന്റെ ശബ്ദം കേട്ടു. ഒരു കാറിന്റെ സൗണ്ട് കേട്ടു. പിന്നെ ഒരു സാറിന്റെ എന്റെ സൗണ്ട് കേട്ടു. പിന്നെ ഫാനിന്റെയും ഫാനിന്റെ കേട്ടു. ബെഞ്ച് വലിക്കുന്നതിന്റെയും. ബെഞ്ച് വലിക്കണേന്റെ സൗണ്ട് കേട്ടു. സൂപ്പർ. ഇവിടെ ആരുടെയോ വാച്ചിന്റെ മറ്റേ ആ സൗണ്ട് കേട്ടോ? അതും കൊള്ളാലോ. പിന്നെ പുറകെ ഇരിക്കുന്ന ആരുടെയോ പാദസരം കിളിങ്ങിയ സൗണ്ടും കേട്ടു. ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ ആണല്ലോ. കുട്ടികളുടെ പാദസരം കുലുങ്ങുന്ന സൗണ്ട് കേട്ടു. വാച്ചില് ടിക് ടിക് ടിക്. തന്റെ പാദസരം വരുന്നു? അല്ല, അയാൾക്കൊന്ന് പറയണം, മൈക്ക് കൊടുക്കണം. ഒന്ന് പാസ് ചെയ്യണേ. ആ കുട്ടി കൈപോക്കണം. നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോ നമ്മുടെ താൻ കേട്ടത് പറയണേ. ശ്വാസത്തിന്റെ സൗണ്ട് തന്നെ കേൾക്കൂലേ? കേട്ടോ? കേട്ടു. ഓക്കെ, എന്നാ നമുക്ക് കൈയടിച്ച് അവസാനിപ്പിക്കാം. ആ കുട്ടി കൈയടിച്ചോളൂ.
ശ്വാസത്തിന്റെ ശബ്ദമാണ് ഏറ്റവും അടുത്തുള്ള ശബ്ദമായിട്ട് ചിലവരെങ്കിലും കേട്ടത്. കാരണം അവർ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളൊന്ന് ശ്രമിച്ചത്. 1-2 പേർക്കെങ്കിലും അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അടുത്ത തവണ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കാം. പുറത്ത് പിന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. ആ ശബ്ദവും 1-2 എണ്ണം കിട്ടി. പിന്നെ ചിലര് കുറച്ചും കൂടി സട്ടിൽ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു. അവർക്ക് ഈ ആങ്ക്ലെറ്റ്സിന്റെ സൗണ്ട് കേട്ടു, അല്ലെങ്കിൽ ആരുടെയോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ടിക് 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 എന്നുള്ള വാച്ചിന്റെ സൗണ്ട് കേട്ടു. എന്തായാലും നമ്മൾ ആരെയും കമ്പയർ ചെയ്യണ്ട. ഈച്ച് വൺ ഓഫ് ഹസ് ഹാസ് അവർ ഓൺ മൈൻഡ്. നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡ് ഓരോ തരത്തിലാണ്. നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് നല്ല ശാന്തമാക്കി കോൺസെൻട്രേറ്റഡ്, അതായത് ആ ശക്തി കൂട്ടി എടുക്കും. ശരി, അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് കണ്ണടച്ച് പിടിച്ചത്? ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ. നമ്മുടെ ലക്ഷ്യം മൈൻഡിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ വലിച്ചെടുക്കുമല്ലേ. അപ്പൊ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ. ഞാൻ ഇവിടെ ഉണ്ട്, ഇത് ലൈറ്റ് ഉണ്ട്, പലതരം വസ്തുക്കൾ ചുറ്റുമുണ്ട്. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് മനസ്സിലേക്ക് ഈ സാധനങ്ങൾ വരുന്നത് ഒന്ന് കണ്ണിലൂടെ, ഒന്ന് ചെവിയിലൂടെ, പിന്നെ പല പല സാധനങ്ങളുണ്ട്. തൊട്ടാൽ വരും, ഇങ്ങനെ ടച്ച് ചെയ്താൽ വരും, പല പല ഭാഗങ്ങളിലൂടെ, ടേസ്റ്റിലൂടെ വരും. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് കയറുന്ന സിഗ്നൽസിനെ ഒന്ന് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണടച്ചത്. അപ്പോൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നൽ ഇൻടേക്ക്, നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന സാധനങ്ങൾ ഒന്ന് കുറയ്ക്കണം. കണ്ണിനെ പൂർണ്ണമായിട്ടും അടച്ചു വെക്കണം. അപ്പോൾ കണ്ണ് തുറന്നിരുന്നാലും ചിലപ്പോൾ നമ്മുടെ മൈൻഡിനെ മാറ്റാൻ പറ്റുമോ? അത് നമുക്ക് അടുത്ത ആക്ടിവിറ്റികളിലൂടെ ചെയ്യാം. അപ്പോൾ കണ്ണിനെ അടച്ചു വെക്കുക. ചെവിനെയും പൂർണ്ണമായിട്ട് നമുക്ക് അടച്ചു വെക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ തുറന്നു വെച്ചു, ഇനിയിപ്പോൾ അടച്ചു വെക്കാനും സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെവിനെ അടച്ചു വെക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെവിയുടെ ശക്തി ഇപ്പൊ പരീക്ഷിച്ചു. നമുക്ക് കണ്ണിന്റെ ശക്തി ഒന്ന് പരീക്ഷിച്ചാലോ? പരീക്ഷിക്കാം. പക്ഷെ ഇനി നിങ്ങൾക്ക് നോക്കാൻ സമയമില്ല. നിങ്ങൾ ഇപ്പൊ വന്ന് പറയുക തന്നെ വേണം. ഓരോരുത്തരോട് ചോദിക്കാം. കണ്ണിന്റെ ശക്തി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിന് ഉത്തരം പറയുന്നവൻ ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വരണം. അവർ അങ്ങോട്ട് നോക്കാൻ പാടില്ല. എന്നെ ഫേസ് ചെയ്ത് നിന്നിട്ട് പറയണം. ഓക്കെ? നിങ്ങളുടെ കണ്ണ് എത്രമാത്രം ഡാറ്റ കളക്ട് ചെയ്തു എന്നൊന്ന് അറിയുക. അത്രേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. ആരാണ് വരാൻ പോകുന്നത്? ടെസ്റ്റാണ്. മോന്റെ ഇവിടെ വന്നിട്ടുള്ള ഒരു 4 കൂട്ടുകാരുടെ പേര് പറഞ്ഞേ. വിവേക്, ആദിലല്ല, നീഹാറ്, പ്രയാൻ. ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ശരി, ഇവരുടെ ഷർട്ടിന്റെ കളർ പറ. വിവേകിന്റെ ബ്ലൂ. അങ്ങോട്ട് നോക്കരുത്. വിവേക് എണീറ്റിന്നോ? ബ്ലൂ. പിന്നെ എം ദേവദത്തൻ്റെത് റെഡ്, നീഹാറിൻ്റെത് ഒരു ചാണകപ്പച്ചയുടെ ഒരു കളറ്, ഒന്ന് എണീറ്റ് നിൽക്കൂ. പ്രയാനിൻ്റെതും ഒരു പച്ച കളർ. തിരിഞ്ഞു നോക്കൂ. ശരിയാണോ പറഞ്ഞതെല്ലാം? 2 കറക്റ്റായി. നല്ല ശ്രദ്ധയുള്ള കുട്ടിയാണ്. നമുക്ക് കൈയടിക്കാം. ക്ലാപ്സ് ചെയ്യും. താങ്ക്സ്. കണ്ണുകൾ ഇയാൾ കണ്ടത് മനസ്സിൽ എഴുതി വെച്ചു. നോട്ടിലല്ല, മനസ്സിൽ എഴുതി വെച്ചു. ഓക്കെ, നിങ്ങളുടെ ഐ എത്രമാത്രം ഡാറ്റ എടുക്കുന്നുണ്ട്, എത്രമാത്രം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുക മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു നോക്കരുത്. ഫ്രണ്ടിൽ നിൽക്കണേ, നടുക്ക് വന്ന് നിൽക്കണേ. ആ കുട്ടി നിന്നതുപോലെ. എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു ഇവിടുന്ന്. അത് ഏത് കളറുള്ള ബോക്സിലായിരുന്നു? ബ്ലൂ. ഒരു ഗ്ലിറ്റർ മിക്സ് ആയ ഒരു ബ്ലൂ. വെരി ഗുഡ്, സൂപ്പർ. ക്ലാപ്സ് ടു ഹർ. ശരി, തിരിഞ്ഞോക്കല്ലേ. വീട്ടിൽ നിന്ന് വന്നത് നടന്നാണോ, കാറിനാണോ, ബസ്സിനാണോ? കാറിന്. സ്വന്തം കാറിന്? അച്ഛന്റെ കാറിന്? അങ്കിളുടെ കാറിന്. ഇവിടെ ഫ്രണ്ടിൽ ഏതെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നോ? ബൈക്ക്, കാറ്, അമൃത ടിവിയുടെ ബസ്സൊക്കെ കണ്ടായിരുന്നോ? ഏതിന്റെയെങ്കിലും നിറം ഓർമ്മയുണ്ടോ? ഒരു ട്രാവലർ. വാട്ട് കളർ? വൈറ്റ് കളർ ട്രാവലർ അവിടെ കിടപ്പുണ്ട്. മതി, 2 കറക്റ്റായിട്ട് പറഞ്ഞു. ക്ലാപ്സ് ടു ഹർ. പോയിക്കോളൂ. ശ്രദ്ധ, അതായത് നമ്മൾ CCTV പോലെ കാണുന്നതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. എപ്പോഴും അല്ല, ആവശ്യമുണ്ടെങ്കിൽ. ഈ കുട്ടി അവിടെ കണ്ടു ഒരു വെള്ള ട്രാവലർ. മനസ്സിൽ എഴുതി വെച്ചു ഒരു വെള്ള ട്രാവലർ ഉണ്ട്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് പറയാൻ പറ്റി. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം. മോളുടെ പേര്? ദേവി കൃഷ്ണയുടെ ഒരു 5 ഫ്രണ്ട്സിന്റെ പേര് പറ. ഇവിടുന്ന് കിട്ടിയവര്, ഇവിടെ ഉള്ളവര്. ശ്രദ്ധ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ശിവഗാമി, മന്ത്ര, ഹേമാലിക, പിന്നെ ദിയാകൃഷ്ണ. മതി. ഇവരുടെ ബോട്ടം പാർട്ട്, താഴെയുള്ള ഡ്രസ്സിന്റെ കളർ എന്താണെന്ന് പറയാമോ?
ശ്രദ്ധയുടെ ഒരു ജീൻസിന്റെ കളറാ, ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളർ. ആ ശ്രദ്ധയുടെ ബ്ലൂ ജീൻസ് ആണ്. കളറ് ശിവകാമിയുടെ ഒരു വെള്ള ഫ്രോക്കില് പച്ച സർക്കിളായിട്ട്. വെള്ള ഫ്രോക്കിൽ പച്ച സർക്കിളാണ്. മന്ത്രയുടെ ഒരു ബ്ലാക്ക് ജീൻസ് ആണ് ബാഗ്. മന്ത്രയുടെ ബ്ലാക്ക് ജീൻസ് ആണ്. ഹേമാനികയുടെ ഒരു ബ്രൗൺ ബാഗി പാന്റ് ആണ്. ദിയാകൃഷ്ണയുടെ ഒരു ബ്രൗൺ പലാസ പോലത്തെ. ഇതൊക്കെ സത്യമാണോ ഈ പറഞ്ഞതൊക്കെ? എല്ലാവരുടെയും ഹോംവർക്ക് ചെയ്ത് വന്നാണോ? അല്ല. ക്ലാപ്സ് ടു ദേവി കൃഷ്ണ. ശരി. ഇതേപോലെ പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. രാമാനുജൻ പനി പിടിച്ച് ആശുപത്രി കിടക്കുമ്പോൾ ഒരാൾ കാണാൻ വന്നത് ഓർമ്മയുണ്ടല്ലോ, കഥ അറിയാലോ. ഓ ദാറ്റ് ഇസ് എ ബോറിംഗ് നമ്പർ രാമാനുജൻ എന്ന് ഹാർഡി പറയുമ്പോൾ ഉടനെ രാമാനുജൻ പറയണം നോ 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 ഇറ്റ് ഈസ് എ സ്പെഷ്യൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ രാമാനുജന്റെ കഥ? അതേപോലെ നമ്മൾ കാണുന്ന കാര്യം അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ വന്നതേ, നേരത്തെ ചെവിയുടെ കേസിൽ, ഇപ്പോ കണ്ണിന്റെ കേസിൽ, ഇവിടെ രണ്ടും നമ്മൾ തെളിയിച്ചത് ഇറ്റ് ഈസ് നോട്ട് ദി ഓർഗൻസ്, ചെവിയോ കണ്ണോ അല്ല പ്രധാനം, അതിന്റെ പുറകെയുള്ള മൈൻഡാണ് പ്രധാനം. കേട്ടോ? ആ കുട്ടിയുടെ മൈൻഡ് അത് കണ്ടപ്പോൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു, അകത്ത് വെച്ചു. നേരത്തെ നമ്മൾ ചുറ്റും നടക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു, എന്നിട്ട് നമ്മൾ റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മൈൻഡിനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ഈ സെൻസ് ഓർഗൻസിലൂടെ അകത്തോട്ട് വരുന്നതിനെ പ്രോസസ്സ് ചെയ്യാൻ മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കണം. പക്ഷെ എന്താണ് അകത്തോട്ട് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് 2 കറക്റ്റായി, ചില കുട്ടികൾക്ക് 5 കറക്റ്റായി. കാരണം ഫിൽട്ടറിങ് വളരെ ക്ലീൻ ആയിരുന്നു, കാണുന്നതെല്ലാം ആവശ്യത്തിനനുസരിച്ച് അവരെടുത്തിരുന്നു. ശരി, നമുക്ക് ഇനി ഒരു പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് പറഞ്ഞാൽ ഒരു ധ്യാന പ്രാക്ടീസ്. അതിനു മുമ്പ് 2 എന്തോടോ 3 2 1. ശരി, പ്രാക്ടീസ് ഇത്രേ ഉള്ളൂ. നമ്മൾ വീണ്ടും നേരത്തെ ഇരുന്നത് പോലെ നടുനിവർത്തി 2 കൈകളും മുട്ടിൽ വെച്ചിട്ട് കാൽമുട്ടുകളിൽ വെച്ചിട്ട് നിവർന്നിരിക്കുന്നു. നിങ്ങൾ ഏത് ധ്യാനം ചെയ്യുന്നതിന് മുമ്പും ആദ്യം ചെയ്യേണ്ട ഒരു ഭാഗം ബോഡിനെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. ബോഡിനെ റിലാക്സ് ചെയ്യുക, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പാർട്ട് ഉണ്ടെങ്കിൽ, ബെൽറ്റ് ടൈറ്റ് ആണെങ്കിൽ, ചിലർക്ക് ബെൽറ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും, ഷൂ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് റിലാക്സ് ചെയ്തോളൂ. കണ്ണടച്ചിരിക്കണേ, അല്ലെങ്കിൽ അടുത്ത കുട്ടിക്ക് ഡിസ്റ്റർബൻസ് വരും. മൈൻഡിനെ നമ്മളൊന്ന് ശാന്തമാക്കാൻ പോവാണ്. പക്ഷെ ആദ്യ സ്റ്റെപ്പായിട്ട് ശരീരത്തിനെ ഒന്ന് ശാന്തമാക്കുന്നു. ബോഡി ഫസ്റ്റ്. ശരീരത്തിനെ ശാന്തമാക്കിയതിന് ശേഷം മനസ്സിലേക്ക് വരാം. കണ്ണടച്ചിരുന്നോളൂ. നമ്മുടെ 2 കാൽപാദങ്ങളും, ബോത്ത് ഫുട്സ്, ഇത് രണ്ടും ഒബ്സർവ് ചെയ്യുക. അവിടെ എന്തെങ്കിലും ടെൻഷൻ, സ്ട്രെസ്, വേദന ഉണ്ടോയെന്നൊന്ന് നോക്കുക. കാൽപാദങ്ങൾ, നിങ്ങളുടെ കാൽപാദങ്ങൾ, അടുത്ത കുട്ടിയുടെ അല്ല, സ്വന്തം കാൽപാദങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും വേദന, സ്ട്രെസ്, അവിടെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. സ്വന്തം കാലുകളെ ഉണ്ടെങ്കിൽ അതിനോട് പതുക്കെ ആ വേദന അവിടെ നിന്ന് മാറുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്യുക. പതുക്കെ മുകളിലോട്ട് വന്നിട്ട് 2 കാലുകൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത് കാല് വലത് കാല്. രാവിലെ മുതൽ നമ്മളെ കൊണ്ടു നടക്കുന്നവരാണ് ഈ ഇടതുകാലും വലതുകാലും. 2 പേരെയും നമ്മളൊന്ന് ശാന്തമാക്കും. അവിടെയുള്ള എല്ലാ വേദനകളും, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബലം അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റിഫ്നെസ്, അതെല്ലാം പോയതായിട്ട് ഭാവിക്കുക. അതിന് മുകളിൽ നമ്മുടെ വയർ, അരക്കെട്ട്, ബെൽറ്റ് ഇടുന്ന സ്ഥലം, ഈ ഭാഗത്ത് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേദന, അവിടെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പതുക്കെ പോകുന്നതായിട്ട് ഭാവിക്കുക. അതിന് മുകളിൽ നമ്മുടെ മുകൾ വശം, കഴുത്ത് വരെ, വയറ് മുതൽ കഴുത്ത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും, ശരീരത്തിൻ്റെ പ്രധാന അംഗങ്ങളെല്ലാം, ഹൃദയം, ഇതെല്ലാം ടെൻഷൻ ഫ്രീ ആക്കുക. യാതൊരു തരത്തിലുള്ള ടെൻഷനും വേദനയും. കണ്ണടച്ച് പിടിക്കണേ. അപ്പൊ നമ്മുടെ കഴുത്തിന് താഴെയുള്ള എല്ലാ
ചിന്തകളും വേദനകളും ടെൻഷനുകളും നമ്മൾ മാറ്റി പതുക്കെ കഴുത്തിന് മുകളിലേക്ക്, ചെവി, ചുണ്ടുകൾ, ലിപ്സ്, ലെഫ്റ്റ് റൈറ്റ്, രണ്ട് സൈഡിലും കണ്ണുകള്, ഫോർഹെഡ്, നെറ്റിത്തടം, ഇവിടെയെല്ലാം ഒരു തരത്തിലുമുള്ള വേദന, ടെൻഷൻ ഇല്ലാതിരിക്കാൻ ഭാവിക്കുക. സ്വന്തം ശരീരത്തെ പുറത്തു വന്നിട്ട് ഒന്ന് നോക്കുക. നിങ്ങൾ അവിടെ ഇരിക്കുന്നു, അതായത് ആ ശരീരം അവിടെ ഇരിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്നു. എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ മനസ്സിലേക്ക് അല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടാവും. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയാൽ ബോഡിയും ഡിസ്റ്റർബ്ഡ് ആവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഏത് ഭാഗത്താണ് മനസ്സിൽ ആ വേദന വന്നിരിക്കുന്നത്, മനസ്സിലെവിടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, ആരോടെങ്കിലുമുള്ള ദേഷ്യമാണോ, ആരോടെങ്കിലുമുള്ള അസൂയയാണോ, മനസ്സിനെ മറ്റുള്ളവരോടുള്ള അസൂയ, അല്ലെങ്കിൽ സ്വന്തം കഴിവിലുള്ള അഹങ്കാരമാണോ, എന്താണ് അവിടെ സംഭവിച്ചത്? അത് മാറ്റിയാൽ ആ ശരീരഭാഗം വീണ്ടും ശാന്തമാകും. ശരീരത്തിനെ മുഴുവൻ ഒബ്സർവ് ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള ടെൻഷൻ, സ്ട്രെസ് അവിടെ ഇല്ല എന്ന് നമ്മൾ ഭാവന ചെയ്യുന്നു. ഇനി നമ്മൾ പതുക്കെ നമ്മുടെ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബലം കൊടുക്കണ്ട. ശ്വാസം നാച്ചുറലായിട്ട് എടുക്കുന്ന പോലെ എടുക്കുക, നാച്ചുറലായിട്ട് വിടുന്നത് പോലെ വിടുക. പ്രത്യേകിച്ച് അതിൽ യാതൊരു ബലമില്ല, ശബ്ദവുമില്ല. ശ്വാസം വരുന്നു, അകത്തേക്ക് എടുക്കുന്നു, പതുക്കെ പുറത്തേക്ക് പോകുന്നു, അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക്. പക്ഷെ ശ്വാസത്തിനെ നമ്മളിപ്പോൾ നോട്ട് ചെയ്യുന്നുണ്ട്. അകത്തോട്ട് വരുന്ന ശ്വാസം പതുക്കെ പുറത്തേക്ക് പോകുന്നു. പൂർണ്ണമായിട്ടും റിലാക്സ് ആയ ശരീരം. കൂടെയുള്ള കൂട്ടുകാരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മനസ്സ് മറ്റ് ചിന്തകളൊന്നുമില്ല. ശ്വാസം എടുക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരീരം നിശ്ചലമാക്കി ശ്വാസം സ്വാഭാവികമായിട്ട് എടുക്കുന്നു. മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുക. മനസ്സിൽ ചിന്തകൾ, ഏതെല്ലാം ചിന്തകളാണ് വരുന്നത്? ഒന്നും തടയണ്ട, വരട്ടെ, പോകട്ടെ. ആകാശത്തിലേക്ക് നോക്കിയാൽ കാർമേഘങ്ങൾ, ഇപ്പോൾ മഴക്കാർ ഇടയ്ക്കിടയ്ക്ക് വരും. മഴക്കാർ വന്നിങ്ങനെ പോവും, ആകാശത്തേക്ക് പോകുന്ന പോലെ നമ്മുടെ മനസ്സിൽ പലതരം ചിന്തകൾ വരും. അത് വരട്ടെ. നമ്മുടെ ആ പലതരം ചിന്തകൾ കാർമേഘങ്ങൾ ആകാശത്തിൽ ലയിക്കുന്നത് പോലെ പോകുന്ന പോലെ അതിങ്ങനെ പോകുന്നതായിട്ട് ഒബ്സർവ് ചെയ്യുക. ചിന്തയിൽ ഇടപെടരുത്. ഏത് ചിന്തയും വരട്ടെ. ഈ ക്ലാസ് എപ്പോൾ തീരും, ഇതെന്ന് ടെലികാസ്റ്റ് ചെയ്യും, എനിക്ക് വൈകുന്നേരം എന്ത് ഗിഫ്റ്റ് കിട്ടും, എന്ത് ചിന്തയും വരട്ടെ, തടയണ്ട. പക്ഷെ അതിനൊന്ന് ഒബ്സർവ് ചെയ്യുക. ഏത് ചിന്തയാണ് വരുന്നത്, ഏത് ചിന്തയാണ് പോകുന്നത് എന്ന് മാത്രം ഒന്ന് നോക്കുക. നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് വിശ്രാന്തിയാണ്. ശ്വാസം അതിൻ്റെ ഏറ്റവും നാച്ചുറലായിട്ട് എടുക്കുന്നു, വിടുന്നു. ചിന്തകൾ വരുന്നു, പോകുന്നു. ഇനി നമ്മളിതിൽ ചെറിയൊരു അഡീഷൻ കൊണ്ടുവരാൻ പോവാണ്. ഒരു സാധനം ആഡ് ചെയ്യുവാണ്. ശ്വാസം എടുക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ എന്നുള്ളൊരു ശബ്ദം മനസ്സിൽ തോന്നണം, ഹൃദയത്തിൽ പ്രതിധ്വനി കേൾക്കണം. ലോകത്തുള്ള എല്ലാവരും, ഇൻക്ലൂഡിങ് നിങ്ങളുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, ചേച്ചി, അനിയത്തി, ബന്ധുക്കൾ, മിത്രങ്ങൾ, എല്ലാവരും നിങ്ങളെ പ്രേമിക്കുന്നു. ആ പ്രേമം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ടീച്ചർമാര്, ഇവിടുത്തെ ചേച്ചിമാര്, മറ്റ് സ്കൂൾ സ്റ്റാഫുകൾ, അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ, എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് ഭാവിക്കും. എല്ലാവരും. അപ്പോൾ അടുത്ത ശ്വാസം എടുക്കുമ്പോൾ പതുക്കെ മനസ്സിൻ്റെ അകത്ത് ലോകത്തുനിന്ന് ഒരു സ്നേഹം നമ്മളിലേക്ക് ഒഴുകുവാണ്. സ്നേഹത്തിന് മറുപടിയായിട്ട് നമ്മൾ പുറത്തോട്ട് കൊടുക്കുമ്പോൾ, ശ്വാസം നിശ്വസിക്കുമ്പോൾ ഒരു പ്രകാശം,
എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് പോലെ ഭാവിക്കുക. മനസ്സിൽ നിന്ന് ഒരു പ്രകാശം, സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഒരു പ്രകാശം ചുറ്റും വ്യാപിക്കുന്നു. ആ പ്രകാശം കാരുണ്യത്തിൻ്റെതാവട്ടെ. നിങ്ങൾക്ക് അവരോടുള്ള കാരുണ്യം, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് മാത്രമല്ല, വീട്ടിലെ ബന്ധുക്കളോട് മാത്രമല്ല, എല്ലാവരോടുള്ള ഒരു കാരുണ്യം. അപ്പൊ അകത്തോട്ട് പ്രേമം ഇങ്ങനെ വരുന്നു. എന്ന് പറഞ്ഞിട്ട് പ്രേമം വരുന്നു. എല്ലാ ജീവജാലങ്ങളും, മുറ്റത്തെ മരം, അപ്പോൾ അപ്പുറത്തുള്ള ചെടികൾ, പൂക്കൾ, ഇവരെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇവരിലേക്ക് ഒരു കാരുണ്യം ഒഴുകിപ്പോകുന്നു, എല്ലാവരിലേക്കും പകരുന്നു. ഇത് 10 റൗണ്ട് ചെയ്യുക. മാ ഓ മാ ഓ മാ ഓ. ലോകത്തിൻ്റെ മുഴുവൻ പ്രേമം നമ്മളിലേക്ക് വരുന്നു. നമ്മുടെ കാരുണ്യം ലോകത്തിലുള്ള എല്ലാവരിലേക്കും നമ്മൾ ചൊരിയുന്നു. മാ ഓ മാ ഓ മാ ഓ മാ ഓ. ലോകത്തിൻ്റെ മുഴുവൻ പ്രേമം നമ്മളിലേക്ക് വരുന്നു. നമ്മുടെ ജീവിത വിജയത്തിന് അത് സഹായിക്കും. നമ്മളിൽ നിന്ന് കാരുണ്യം എല്ലാവരിലേക്കും പരക്കുന്നു. ഓ മാ ഒന്നും ചെയ്യാതെ കണ്ണടച്ചിരിക്കലല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് ആവശ്യമുള്ള ചിന്തയെ ആ സമയത്ത് കൊണ്ടുവരിക. പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ചിന്ത, കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന ചിന്ത, കളിക്കുന്ന സമയത്ത് കളിക്കുന്ന ചിന്ത. ഓരോ ചിന്തകളെയും ആവശ്യാനുസരണം, ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ധ്യാനം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ധ്യാനം സഹായിക്കും. അമ്മ പറയുന്നത്, ധ്യാനത്തിലൂടെ ചിന്തകളുടെ എണ്ണം കുറയുന്നു, അവശേഷിക്കുന്ന ചിന്തയുടെ ശക്തി കൂടുന്നു. ആ കൂടുതൽ ശക്തി നമുക്കെല്ലാവർക്കും ലഭിച്ചാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും, പഠിക്കുമ്പോൾ, കളിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടും. യാതൊരു തരത്തിലുള്ള ദുസ്വപ്നങ്ങളും കാണാതെ ഡീപ്പായിട്ട് ഉറങ്ങാൻ സാധിക്കും, ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അവസാനത്തെ റൗണ്ട് മാ ഓ. പതുക്കെ കണ്ണുകൾ തുറക്കുക, 2 കരങ്ങളും തിരുമുക, പരസ്പരം കൂട്ടി തിരുമ്മി അതിൻ്റെ ചെറിയൊരു വാംനെസ് വരും. അത് കൺപോളകളിൽ അമർത്തി നമുക്ക് ആ എനർജി നമുക്ക് ലയിപ്പിക്കാം, ശരീരത്തിൽ മുഴുവൻ ലയിപ്പിക്കാം. പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിൻ്റെ അടുത്ത് പോകും. എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? മരുന്ന് തരും. ആ മരുന്ന് മേടിച്ച് നമ്മുടെ ഷോക്കേസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ധ്യാനം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ധ്യാനം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഈ പറഞ്ഞ ടെൻഷൻ കുറയല്, ശരീരത്തിനെ ശാന്തമാക്കല്, അതേപോലെ കോൺസെൻട്രേഷൻ കിട്ടത്, ഇതെല്ലാം സംഭവിക്കൂ. നിങ്ങളെല്ലാവരും നാളെ മുതൽ 5 മിനിറ്റ് ധ്യാനിക്കാൻ ശ്രമിക്കുമോ? ഒന്ന് യെസ് അല്ലെങ്കിൽ നോ, രണ്ടായാലും കുഴപ്പമില്ല.
യെസ്. അപ്പോൾ നാളെ മുതൽ അഥവാ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങി, കുറച്ച് പേര് ചെയ്യുന്നുണ്ടാവാം പല പല രീതിയിലുള്ള ധ്യാനങ്ങൾ. ഈ ധ്യാനം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സർവേശ്വരിയായ അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളിൽ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഇതിനൊരു അവസരം തന്ന അമൃത ടിവിയിലെ എല്ലാ അധികാരികളോടുമുള്ള നന്ദി വിനീതമായി രേഖപ്പെടുത്തുന്നു. നമഃശിവായ. താങ്ക് യു സോ മച്ച് ബ്രഹ്മചാരി ശിവാനന്ദൻ. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ആയിരുന്നു അല്ലേ തന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. താങ്ക് യു സോ മച്ച്.